അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും വിഷമിച്ചിട്ടുണ്ടോ ഇവിടെ കുടുംബത്തിൽ? തറവാട്ടിലെ അമ്മച്ചിയും ഫാദറും ഒക്കെ ഒരുപാട് അവര് അമ്മായിയമ്മ പോരെന്നൊക്കെ പറഞ്ഞ പച്ചമലയാളത്തിൽ പറഞ്ഞ ആ ഒരു ഇതുണ്ടായിരുന്നു. അതിപ്പോ എല്ലാവർക്കും ഉണ്ടാവും, പുള്ളിക്കാരിക്ക് അത് ഭയങ്കര ഇഷ്ടം. പക്ഷെ അമ്മച്ചിനൊക്കെ ഇപ്പൊ ജീവനാണ്, തിരിച്ചങ്ങാട് ഭയങ്കര കാര്യമാണ്. ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് അവരെ, എപ്പോഴും വരും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും, ഭയങ്കര കാര്യമാണ്. ഇപ്പൊ നമ്മൾ മാറിക്കഴിഞ്ഞപ്പോ നമ്മളുടെ ഒരു വില മനസ്സിലാക്കി, അങ്ങനെ ഭയങ്കര കാര്യമാണ്. ഇപ്പൊ അടുത്ത് നിൽക്കുമ്പോഴാണ് ഒരു പ്രശ്നം, മാറിക്കഴിഞ്ഞപ്പോ ഒരു ഇപ്പൊ ആ രീതിയിലൊക്കെ ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. ജോലിയുടെ ഭാഗത്ത് അവിടെ സ്ഥലത്ത് സ്ട്രെസ് അവിടെ ഉണ്ടാവും. അവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വർക്ക് ഓവർലോഡ് ആകും, പ്രൈവറ്റ് സ്ഥാപനം ഓവർലോഡ് ആകുമല്ലോ. അപ്പൊ ഇടയ്ക്ക് വന്ന് അവര് സീനിയേഴ്സ് വഴക്കോന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. ഇടയ്ക്ക് പിണങ്ങി. പുള്ളിക്കാരത്തി അത്യാവശ്യം ലീഡിങ് ഇതാണ്, ഈ ഇൻസെന്റീവ് ഒക്കെ അത്യാവശ്യം ഏറ്റവും ടോപ്പ് സ്കോറർ പുള്ളിക്കാരത്തിയാണ്. എന്നാലും അവരെന്തെങ്കിലുമൊക്കെ സീനിയേഴ്സ് എന്തെങ്കിലും കൂടെ ജോലി ചെയ്യണ ഒരു മുഖം സംസാരം കൂടെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴൊക്കെ ഒരു വിഷമം വന്ന് എന്നോട് പറയും. ആള് പെട്ടെന്ന് സെൻസിറ്റീവാണ്, പെട്ടെന്ന് ഇതായി പോകും. അത് ഓരോരുത്തരുടെ സ്വഭാവം അങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ അവരോട് നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കണം. നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ ഇവിടെ ഹാൻഡിൽ വിത്ത് കയറാണല്ലേ. വേറെ എന്തെങ്കിലും കാര്യമായിട്ട് പ്രത്യേകിച്ച് പറയാനുള്ളൂ? ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ഹെൽപ്പാണ് പുള്ളിക്കാരത്തി, എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായിട്ടും എല്ലാം പുള്ളിക്കാരത്തി ഭയങ്കര ഹെൽപ്പാണ്, നമ്മുടെ കൂടെ നിൽക്കുമല്ലോ അതിന്. ഇപ്പോൾ വീട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ ഇപ്പൊ ലോക്ക്ഡൗൺ ഒക്കെ എല്ലാം നമ്മള് വൈഫ് പുള്ളിക്കാരത്തെ സാലറി നമ്മളെ ഇതൊക്കെ കൂടി എല്ലാം കൂടി അങ്ങനെ ഷെയർ ചെയ്താൽ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ എപ്പോഴും മുഴക്കുണ്ടാകും? ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ ഈ കുഞ്ഞുങ്ങളില്ലാത്തൊരു വിഷയമാണ്. നമ്മൾ വീട്ടിൽ വന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇവരുടെ വിഷമം, ഞാൻ ഇത്തിരി വൈകിയേ വരുള്ളൂ, കാരണം നമ്മൾ നെട്ടൂരാണ്, എപ്പോഴും ഫ്രണ്ട്സൊക്കെ നെട്ടൂരാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഭയങ്കര വിഷമമാണ്, കാരണം ഞാൻ എപ്പോഴും അവിടെ ഇങ്ങനെ വന്നില്ലല്ലോ എന്നുള്ള ഒരു ഇതില്ല, വൈകിയേ വരുള്ളൂ ഞാൻ. ഇപ്പോഴല്ല, നേരത്തെ വന്നതിന് മുന്നേ. കാരണം ഇവിടെ വന്ന് ഇവിടെ എനിക്ക് ആരുമില്ല, ബന്ധങ്ങൾ ആ ഒരു പരിചയമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇതായിട്ടിരിക്കണമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഫ്രണ്ട്സായിട്ടും എന്റെ തറവാട്ടിലൊക്കെ ആയിട്ട് ഇവിടെ വരുമ്പോ ഒരു 9-10 മണിയൊക്കെ ചെയ്യും. ആ ഒരു വിഷമം പുള്ളിക്കാരത്തേക്ക് ഭയങ്കരമായിരുന്നു. ഒറ്റയ്ക്കിരിക്കാനുള്ള ഒരു മടി. അങ്ങനെ പെറ്റ്സ് ഒക്കെ വളർത്തി അങ്ങനെ ഒരു ഇതിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. വേറെ പുള്ളിക്കാരത്തേക്ക് മിണ്ടാനും പറയാനൊക്കെ കൂട്ടൊക്കെ ഉണ്ടോ? ഇങ്ങനെ ആരോടും ഒരുപാട് മിണ്ടത്തില്ല, ഡിസ്ക്ലോസ് ചെയ്ത് ആരോടും സംസാരിക്കില്ല, ഗ്യാപ്പ് ഇട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ സാക്സിനോട് ചോദിച്ചു, കാരണം എന്നോട് എനിക്കും തോന്നി കുറെ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് സംസാരിക്കും. ഡിസ്ക്ലോസ് ചെയ്ത് ആരോടും ചെയ്യില്ല. പിന്നെ കോളേജിൽ പഠിക്കുന്ന 1-2 കൂട്ടുകാരികളുണ്ട്, അവരായിട്ട് അതും ഇവരെ പോലൊക്കെ തന്നെ നല്ല ബന്ധമാണ് ഇപ്പോഴും. നല്ല കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഞങ്ങള് കല്യാണം 14 വർഷമായി. 14 വർഷമല്ലേ? പിന്നെയുള്ള വിഷയം എന്ന് വെച്ചാൽ ഈ ട്രീറ്റ്മെന്റിന് ലക്ഷങ്ങൾ കൂട്ടിയിട്ടുണ്ട്. ലക്ഷങ്ങൾ അതൊക്കെ ഉണ്ട്. അത് ഇപ്പൊ ഞങ്ങളുടെ വീട് പണിക്ക് അതിനെ ബാധിച്ച്, അല്ലെങ്കിൽ തീർന്നു പോയത്. കാരണം ഈ 2006 കല്യാണം കഴിഞ്ഞത്, 2006 തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങണേ. 2 തവണ IVF ചെയ്തു, പിന്നെ IUI 5 പ്രാവശ്യം ചെയ്തു, പിന്നെ ഹോമിയോപ്പതി, അക്യുപഞ്ചർ, ആയുർവേദം, ഇംഗ്ലീഷ് മെഡിസിൻസ്, ഒരുപാട് മെഡിസിൻസ് കഴിച്ചിട്ടുണ്ട്. ആയുർവേദത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു 2.5 ലക്ഷം രൂപ കളഞ്ഞിട്ടുണ്ട്. ഒരുപാട് പൈസ, കണക്കില്ലാത്ത പൈസ നമുക്ക് ചെലവായിട്ടുള്ളതാണ്. എന്നിട്ട് ശരിയായില്ലെന്നുള്ള ഒരു വിഷമം ഉണ്ടായി. ബോഡിയും ഇൻസുലിൻ, ഒരുപാട് മറ്റേ ഹോർമോൺ ഇഞ്ചക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് പുള്ളിക്കാരത്തേക്ക്. ഈ IVF ചെയ്യുമ്പോൾ അത് വെക്കും, ഹോർമോൺ ഇഞ്ചക്ഷൻസ് ഒക്കെ ഇത് പിടിക്കാൻ വേണ്ടിയിട്ട്. അനിയത്തിയുടെ കാര്യത്ത് ചെറിയ വിഷമുണ്ട്. ഇപ്പൊ കുഞ്ഞു വന്നപ്പോ എല്ലാം മാറി എന്നുള്ളതാണ്. കുഞ്ഞു വന്നപ്പോ ഇപ്പൊ ഈ അപകടം നടന്നല്ല, 2 ദിവസം ഭക്ഷണം കഴിച്ചില്ല. 2 ദിവസം ഭക്ഷണം കഴിച്ചില്ല. അതൊന്നും പറ്റില്ലല്ലോ, അമ്മയല്ലേ. ഒട്ടും ഇതായി ഭയങ്കര ഇതായി പോയി. കൊച്ചിനെ ഇപ്പൊ ഓക്കെ, ആള് ആക്റ്റീവായി. അപ്പൊ ആട് സൂക്ഷിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും പറയാനായിട്ട്? ഒന്നുമില്ല. ഇനിയിപ്പോ എന്താ അറിയാം, മരുന്നിനിപ്പോ ഒരു പ്രാവശ്യം എനിക്ക് ഒറ്റയ്ക്ക് പുള്ളിക്കാരത്തോട് കൂടി ഒന്ന് സംസാരിച്ചപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ വരാൻ അടുത്ത പ്രാവശ്യം ഇപ്പൊ